ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഓൾറൈറ്റ്. ഞാനത് റെക്കോർഡ് ചെയ്യുന്നു, കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഇത് യൂട്യൂബിലോട്ട് കേട്ടോ. പേരൊന്നും ഓക്കെ പറയണ്ട, പേരൊന്നും പറയണ്ട, സ്ഥലം, നാട് ഒന്നും പറയണ്ട കേട്ടോ. എനിക്ക് അറിയില്ല, ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണുന്നില്ല. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ, റൈറ്റ്. ഓക്കെ എന്താ നിങ്ങൾക്ക് അച്ചീവ് വേണ്ടെന്ന് പറയാവോ? ഓക്കെ എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത്, ഐ എം എ ടീച്ചർ. ഓക്കെ, ഉം. അപ്പോ എന്റെ കരിയറിലും ടീച്ചിങ് സെഷൻസ്, ഞാൻ പാരന്റിങ് സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിന് ഓറിയന്റേഷൻ കൊടുക്കുന്നുണ്ട്, ഉം. സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഉം. ഇനിയും എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഗ്രോ ചെയ്യണം. ഉം. അവിടെ ഞാൻ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് എനിക്ക് ഒന്നുകൂടി ഹൈ ലെവലിലേക്ക് എത്താൻ കഴിയുക, അതൊരു ക്വസ്റ്റ്യൻ. ഉം. ഓക്കെ, ഇതിനോട് ഓക്കെ. കണക്ട് ചെയ്തിട്ടുള്ളതിന് ഒന്നുകൂടി ഒരു ഉം. ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്യാണ്. ഉം. എനിക്ക് സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ അക്കാഡമി ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഉം. അപ്പോ അതിലും എനിക്ക് കൂടുതൽ എന്താ പറയാ, ഗ്രോ ചെയ്യണം. ഉം. അവിടെ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓക്കെ, അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചോദ്യമാണല്ലേ? യെസ്, ഓക്കെ. നിങ്ങൾ എന്ത് സബ്ജക്റ്റ് എടുക്കുന്നത്? സ്കൂളിൽ എന്ത് സബ്ജക്റ്റ് എടുക്കുന്നത് പറയാമോ? ഞാൻ വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. വാല്യൂ എഡ്യൂക്കേഷനിൽ. Yeah. എത്ര വർഷം എടുക്കണത്? ഇപ്പോൾ 9 years ആയി. 9 years ആണ്. Yeah. അപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സിനും പാരൻസിനും സ്റ്റുഡൻസിനൊക്കെ എടുക്കുന്ന വാല്യൂ എഡ്യൂക്കേഷൻ തന്നെയാണോ, അല്ലെങ്കിൽ വേറെ ടോപ്പിക്കാണോ? യെസ്, വാല്യൂസ് ആണ്, കുട്ടികളുടെ ഡിസിപ്ലിൻ, അവരുടെ വാല്യൂസ്, അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു 2-3 years ആയിട്ടാണ് ഞാൻ ഈ ഒരു സെഷനിലേക്കും കൂടി, ആദ്യമൊക്കെ ഞാൻ ടീച്ചിങ് മാത്രമായിരുന്നു സ്റ്റുഡൻസിന്, പിന്നെ പാരന്റ്സിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ ഓറിയന്റേഷൻ സെഷൻസും കൊടുക്കാൻ തുടങ്ങി. അപ്പോ ഇനി നെക്സ്റ്റ് ഇയറിൽ എനിക്ക് ഒന്നുകൂടി ഹൈ ലെവലിൽ കൊടുക്കണം, കുറച്ചുകൂടി മാറ്റങ്ങൾ ഇവിടെ വരുത്തണം, ഡിസിപ്ലിൻ ഏരിയ കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കണം. ഇതൊക്കെയാണ് എൻ്റെ കൺസേൺസ്. അപ്പം ഈ ടീച്ചേഴ്സും പാരൻസും സ്റ്റുഡൻസും എല്ലാം വരുന്നത് നിങ്ങളെ മാനേജ്മെന്റിന് അറിവോട് കൂടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ മാനേജ്മെന്റ്, ഞാൻ മാനേജ്മെന്റിനോട് പറയും, അപ്പൊ അവരതനുസരിച്ച് ഓർഗനൈസ് ചെയ്യും. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഇനി നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ അതൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്നല്ലേ? റൈറ്റ്. ആ ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ സെയിം ഇപ്പോഴും ആ മാനേജ്മെന്റ് കീഴിലിരുന്നിട്ട് ഡെവലപ്പ് ചെയ്യാനോ, അല്ലെ സെൽഫ് ആയിട്ടാണോ? കീഴിലിരുന്നിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ടല്ല, സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു ഓൺലൈൻ ഇതുണ്ടെന്ന് പറഞ്ഞു, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടെ കൂട്ടാന്നുള്ളത് അല്ലേ? അല്ലേ? ആ പ്രൊഡക്ടിവിറ്റി നിങ്ങൾ ഏതിലാണ്? നിങ്ങൾ ക്വാളിറ്റിയിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റിയിലാണോ? എവിടെ നിങ്ങൾ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ്. ക്വാളിറ്റി. ഇപ്പോഴത്തെ ക്വാളിറ്റി നിങ്ങൾ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 0 to 10 എവിടെയാ? ഒരു 8 അല്ലേ? അപ്പോൾ ശരിക്കും നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ അറിയാം അല്ലേ? ഞാൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് എനിക്ക് അത്രയും കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ഇപ്പൊ ഈ 8 എന്ന് പറഞ്ഞ നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടിനാണ് നിങ്ങൾ 8 എന്ന് പറഞ്ഞത്. റിസൾട്ട് എത്രയാണ്? 0 to 10 കൊടുക്കുന്നത് ഞാൻ മാക്സിമം കൊടുക്കുന്നുണ്ട്, 10 എന്ന് പറയാം. റിസൾട്ട് പാരന്റ്സിൽ നിന്നാവട്ടെ, സ്റ്റുഡൻസിൽ നിന്നാവട്ടെ, ഏതൊരു ഏരിയയിൽ നിന്നാണെങ്കിലും, ടീച്ചേഴ്സിൽ നിന്ന്, എവിടെ നിന്നാണെങ്കിലും എനിക്ക് ഫുള്ള് കിട്ടുന്നില്ല. അവിടെ എനിക്ക് 6 കൊടുക്കാം. 6. ഓക്കെ. ആരെങ്കിലും ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടോ? ഫീഡ്ബാക്ക് പാരന്റ്സിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് ഉണ്ട്, മാനേജ്മെന്റിൽ നിന്നും ഉണ്ട്. പക്ഷെ അവര് അത് വർക്ക് ചെയ്യാൻ റെഡിയല്ല. ഓക്കെ, കേട്ട് എന്താ പറയാ, ഈ ചെവിൽ കൂടെ കേട്ട് ഈ ചെവിൽ കൂടെ പോവാന്ന് പറയല്ലേ? അത് സാധാരണ ഉള്ള ഒരു സംഭവം കേട്ടോ. ഇനി ഫീഡ്ബാക്ക് ആരെയും കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് തന്നിരുന്നോ? ഇന്ന ഏരിയ ഡെവലപ്പ് ചെയ്യാണ്ട് ടീച്ചർ എന്ന് പറഞ്ഞ ആരെയും തന്നിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞത് നല്ല സെഷൻ, നല്ല ഇത് ഞങ്ങൾക്ക് മാറണം, കുട്ടികൾക്ക് ഇത് കൊടുക്കണം. ഞാൻ ഒരുപാട് പ്രോഗ്രാംസും ഇതിനോട് റിലേറ്റ് ചെയ്ത് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിയുമ്പോൾ പാരന്റ്സ് ശരിക്കും പറഞ്ഞാൽ ടച്ച് ചെയ്തിട്ടാണ് ഞാനത് എടുക്കുന്നത്. അപ്പൊ കരഞ്ഞിട്ട് വരുന്ന പാരന്റ്സ് വരെ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നല്ലൊരു മാറ്റം ഉണ്ടാവും, പക്ഷെ നാളെ മാറും എന്നൊക്കെ വിചാരിക്കും, പക്ഷെ മാറില്ല അല്ലേ? ശരിയല്ലേ? അതന്നെ, സെയിം.
അപ്പം എല്ലാവരും നമുക്ക് മാറ്റാൻ പറ്റില്ല, അതോ വിശ്വസിക്കണ്ട നിങ്ങൾ? അതുണ്ട്. നമുക്ക് ഒരാളെ എല്ലാവരും നമുക്ക് മാറ്റാൻ മാറ്റാൻ പറ്റില്ല. നമുക്ക് നമുക്ക് എല്ലാവരും മാറാൻ മാറ്റാൻ പറ്റില്ല, ആരെയും മാറ്റാൻ പറ്റില്ല. നമുക്കേ മാറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ എഫേർട്ട് എടുക്കണം, 100% എഫേർട്ട് എടുക്കണം തന്നെ ഏറ്റവും നല്ല. അതിൽ 6 എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും നല്ല നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ 6 ആണ്, നിങ്ങൾ 0 to 10 6 ഉണ്ട്, നിങ്ങളെ റെസ്പോൺസ് അതേപോലെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത് 6 ആണെന്ന് പറഞ്ഞ് അത് തന്നെ വലുതാണ്. അത് നമുക്ക് വേണം ഒരു 7ലേക്ക് കൊണ്ടുപോകാൻ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം 6 തന്നെ ഭയങ്കര, കാരണം വളരെ റെയറാണ്. 2 to 3 ഒക്കെ കിട്ടുള്ളൂ ചിലപ്പോൾ. നമ്മൾ എത്ര അധ്വാനിച്ച് തല കുത്തി മറിഞ്ഞാലും ചിലപ്പം വരുന്നത് വളരെ കുറവായിരിക്കും. മനസ്സിലായില്ലേ? അതിന് ശരിക്കും അതിന്റെ വാല്യൂ അറിഞ്ഞ ആൾക്കാർ വന്നിട്ട് വാല്യൂ എഡ്യൂക്കേഷൻ ഒന്ന് പഠിക്കുള്ളൂ. എം റൈറ്റ്? അതിന് വാല്യൂ അറിയണം. അത് നിങ്ങളുടെ ടീച്ചറിന്റെ വാല്യൂ അറിയണം, ടീച്ചറിന് അവിടെ കൊടുക്കുന്ന ടൈമിന്റെ വാല്യൂ അറിയണം, നിങ്ങൾ അല്ലേ, എല്ലാം അറിയണം അല്ലേ? ഞാനൊരു ടീച്ചിങ് എന്ന് പറയുന്നത് അത് എന്റെ ഒരു പാഷനാണ്. അപ്പൊ ഇനിയുള്ള ഒരു ജനറേഷൻ നല്ലൊരു ക്വാളിറ്റി ഉള്ള വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷനെ നമ്മൾ വാർത്തെടുക്കുക, ഹിയർ ആൻഡ് ആഫ്റ്റർ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ അതാണ് എന്റെ. ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല റെസ്പോൺസ് കിട്ടുന്നത് നിങ്ങൾക്ക് ടീച്ചേഴ്സിനാണോ, പാരന്റ്സിനാണോ, അല്ലെങ്കിൽ സ്റ്റുഡൻസിനാണോ? പാരന്റ്സിന്. ഏതാ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? പാരന്റ്സ് ആണോ, സ്റ്റുഡൻസ് ആണോ, ടീച്ചേഴ്സ് ആണോ? ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിൽ പാരന്റ്സിനെയാണ്. കാരണം സ്റ്റുഡൻസിനെ നമ്മൾ ഒരുപാട് ഇവിടെ ചെയ്യുന്നുണ്ട്, പക്ഷെ പാരന്റ്സിന്റെ സപ്പോർട്ട് ഇല്ല. അവിടെ അറ്റ്മോസ്ഫിയർ അവർ അതിനനുസരിച്ച് ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രമാണ് കുട്ടികൾക്ക് ആ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും വീട്ടിൽ മാറ്റം ഉണ്ടാവുള്ളൂ, സ്കൂളിൽ മാറ്റം ഉണ്ടാവും അല്ലേ? ശരിയാ. അപ്പൊ പാരന്റ്സിന് ഇപ്പൊ നിങ്ങളിപ്പോ ഇത്ര 9 വർഷം നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, വാല്യൂ എഡ്യൂക്കേഷൻ 9 വർഷത്തിൽ നിങ്ങളെ ആ 9 വർഷം മുമ്പത്തെ പാരന്റ്സ് ഇന്നത്തെ പാരന്റ്സ് കാണുമ്പോൾ അവരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനിരിക്കേണ്ടത്? എന്താണ് ഒരു 2-3 കാര്യങ്ങൾ പറയാമോ? അതായത് നിങ്ങൾ ആദ്യം കണ്ടിരുന്ന ഒരു 9 വർഷം മുമ്പ് കണ്ടിരുന്ന പാരന്റ്സിലും ഓക്കെ ഇന്ന് നിങ്ങൾ ഒരു 9 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന പാരന്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ലെവലിലെ പാരന്റ്സിന് എന്തൊക്കെയാണ് മിസ്സിംഗ് ഉള്ളത്? ഈ 2 ചോദ്യത്തിന്റെ ഉത്തരം തരാമോ? ഓക്കെ, സ്റ്റാർട്ടിങ്ങില് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു സെഷൻ വിളിച്ചു, പാരന്റ്സ് മീറ്റിംഗ് ആവട്ടെ, ഓറിയന്റേഷൻ ആവട്ടെ, എന്തും വിളിച്ചാല് പാരന്റ്സ് റെഡി ആയിരുന്നു. ഒരു 80% എങ്കിലും പെട്ടെന്ന് അവരെത്തുമായിരുന്നു, പറഞ്ഞ ടൈമിൽ തന്നെ എത്തും. ഓക്കെ, ഇപ്പോ ഈ ഒരു ആഫ്റ്റർ കൊറോണ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു നമുക്ക് വേർതിരിച്ച് കാണേണ്ടി വരും. അതായത് പാൻഡമിക് അതിന്റെ മുമ്പും ശേഷവും ഇപ്പൊ നമ്മൾ ADBC എന്ന് പറയുന്നത് പോലെ 2 ലെവലിൽ ടീച്ചിങ് ഒരു സ്കൂൾ ലെവലിൽ പറയുമ്പോൾ ശരിക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, പാരന്റ്സിനും അതെ സ്റ്റുഡൻസിനും അതെ. അപ്പോ അതിനുശേഷം ഇപ്പോ ഇങ്ങോട്ട് ഇയർ ബൈ ഇയർ ആകുമ്പോഴേക്കും പാരന്റ്സിന്റെ ആ ഒരു അറ്റൻഡൻസ് വളരെ കുറവാണ്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ബിസിയാണ്, ഞങ്ങൾക്ക് വർക്ക് അതുണ്ട് ഇതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് റീസൺ ആയിട്ട് അവർ പറയുന്നത്. അപ്പോ എന്നിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ 10th എല്ലാം കഴിഞ്ഞ് ഒരു സ്റ്റുഡന്റ് ഒരു 12 to 18, 22 അങ്ങനെ ആ ഒരു ഏജിലേക്ക് എത്തുമ്പോഴേക്കും ഇവര് കൗൺസിലിങ്ങിന് വേണ്ടി ഓടുകയാണ്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ മക്കള് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, അതിലേക്ക് പോയി ഇതിലേക്ക് പോയി, പിന്നെ കൗൺസിലിങ്ങിന് വേണ്ടി ഓടാൻ അവർക്ക് ടൈം ഉണ്ട്. പക്ഷെ ടൈം കൊടുക്കേണ്ട ടൈമില് അവരതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുക്കമല്ല. അപ്പോ ഇപ്പോ സെഷൻസിൽ വളരെ അറ്റൻഡൻസ് വളരെ കുറവാണ്. അതാണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ആദ്യം 80% ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രയുണ്ട്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 25 എന്ന് പറയാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ശരിക്കും ഡൗൺ ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ അവർക്ക് ഒന്നാമത് അവർ ബിസി ആവണമെന്നുള്ള എക്സ്ക്യൂസ് ആണോ, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ വേറെ ചാനലിൽ കൂടെ കിട്ടുന്നുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതേപോലെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ടാവും, സർക്കിൾസ് ഉണ്ടാവും അല്ലെ, പല സ്ഥലത്തും പോയിട്ട് അതിന്റെ സർക്കിൾസ് ഉണ്ടാവും, അങ്ങനെ കിട്ടുന്ന കാരണമാണോ? എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അവരില് ആ മാറ്റം കാണണം. കുട്ടികളിലും ഒരു ചെറിയ പെർസെന്റേജ് എങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവണമല്ലോ. ഇപ്പൊ എന്താ പറയാ, നമ്മളൊരു പ്രൊവേർബ് പറയും, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞെന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ ഒരു എന്താ പറയാ, കുട്ടീനെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും എന്താണ് വീട്ടിലെ അവസ്ഥ എന്നുള്ളത് അല്ലേ? അതെ, അബ്സല്യൂട്ട്ലി. ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്ത് ഏജ് കാറ്റഗറി അവർ, ഈ സ്റ്റുഡൻസ്? അതായത് 10th വരെയാണ് നമ്മുടെ സ്കൂളിലുള്ളത്. അപ്പോ 6th upwards ആണ് ഈ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. 5th വരെ ഓക്കെയാണ്. അപ്പോ കുട്ടികളുടെ ഇപ്പൊ കുറച്ച് നല്ല എന്താ പറയാ നല്ല മക്കളുണ്ട്, പക്ഷെ അവരിലേക്ക് കൂടി ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡ്, ഇവരുടെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവര് സോഷ്യൽ മീഡിയയിലാണ്, പാരന്റ്സും സോഷ്യൽ മീഡിയയിലാണ്. എനിക്ക് മനസ്സിലായത് അതാണ്.
പാരന്റ്സ് തീർച്ചയായിട്ടും. അവരുടെ ലോകത്ത്, ഉം, സ്റ്റുഡൻസ് അവരുടെ ലോകത്ത്. ഉം, അപ്പൊ സ്കൂളിൽ വന്നാൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള വേറൊരു ലെവലിലേക്കാണ് അവർ പോകുന്നത്. ഇപ്പൊ നമ്മളുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ വാല്യൂക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂളാണ്. ഉം, മറ്റൊരു സ്കൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത്രയും പ്രശ്നമില്ല, വേറൊരു വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ ഉം, ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്ന സ്കൂൾ ഇതല്ല. ഉം. അതുകൊണ്ടാണ് ഇത്രയും വിഷമം. അത് നിങ്ങളെ ഒബ്ജക്റ്റീവ് ഇതല്ലായിരുന്നു, നല്ലൊരു ഒരു വാല്യൂ അല്ല, ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ yes, വളർത്തിയെടുക്കുക, yes. അടുത്ത ജനറേഷൻ ഹിയർ ആഫ്റ്റർ എന്നുള്ള രീതിയിൽ അതെ, നിങ്ങൾ yes, നേരത്തെ പറഞ്ഞു. അപ്പൊ yes, അങ്ങനത്തെ yes. കുട്ടികളെ മാർക്ക് വളർത്തിയെടുക്കുന്ന. മാർക്ക് അതിന് ശേഷമാണ് വരുന്നത്. ഗ്രേറ്റ് ഗ്രേറ്റ്. അല്ല, അപ്പോൾ ഈ ഒരു പാരൻസിനെ കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹുക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ പറ്റുമോ? ഹുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരെ എങ്ങനെ ഇതിനെത്തിക്കാം എന്നുള്ളതാണ് ഈ നെക്സ്റ്റ് ഇയറിലുള്ള നമ്മുടെ പ്ലാനിങ് ഓക്കെ. ആലോചിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അവരെ ഈ സെഷൻ പാരൻസിന് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എന്താ മെസ്സേജ് അയക്കുക, വാട്സപ്പ് മെസ്സേജ് അയക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യാറ്? വാട്സപ്പ് മെസ്സേജ് ഉണ്ടാകും. ഉം, PTA ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഇൻഫോം ചെയ്യും, അവര് വഴി സർക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ വർഷം ഇപ്പൊ തന്നെ നമ്മൾ ചെയ്തത് ഉം, ഇൻവിറ്റേഷൻ ലെറ്റർ റെഡിയാക്കി പേഴ്സണലി അയക്കുന്നുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ മോഡൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? എങ്ങനെയായിരിക്കും ഇൻവിറ്റേഷൻ ലെറ്റർ? ഇപ്പൊ നമ്മൾ കൂടുതൽ ഇപ്പൊ ഫോക്കസ് ചെയ്തത് ഒരു ഗ്രേഡ് 7 and 8 ആണ് ഇപ്പൊ കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത്. അപ്പോ അവർക്ക് പാരന്റ്സിന് ഇൻവിറ്റേഷൻ റെഡിയാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. നമ്മളെ ഇന്റർനാഷണൽ സ്കൂളാണ്, പക്ഷെ അതെ, അതെ. പാരന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇത് മലയാളത്തിൽ ക്ലൂ ഇംഗ്ലീഷിലായിട്ട് കിട്ടിയാൽ മതി. കൊടുക്കും. എനിക്കൊരു ക്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾ അവരെ അഡ്രസ്സ് ചെയ്തിട്ട് എങ്ങനെയാണ് അവരെ വെൽക്കം ചെയ്യണത് ഞാൻ അതാണ് നോക്കുന്നത്. അപ്പൊ പാരന്റ്സിന് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ തന്നെ അയച്ചു. ഇനി അതിന്റെ ഒരു കുറവുണ്ടാന്ന് വിചാരിച്ചിട്ട്. അതെ, ഓക്കെ. അപ്പോ അതില് നമ്മള് മെൻഷൻ ചെയ്തത് നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചക്കും വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു വളർച്ചക്കും പിന്നെ അക്കാഡമിക്കലി എല്ലാ തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റിനും വേണ്ടി ആണല്ലോ നിങ്ങൾ ഇവിടെ വിട്ടിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഡിസ്കഷൻ നടത്തുന്നതിന് വേണ്ടി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോ കമ്പൽസറി ഒരു മാൻഡേറ്ററി ആണ് അറ്റൻഡൻസ്, അതിന് നിർബന്ധമായിട്ടും വരണമെന്നുള്ള രീതിയിലാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. മാൻഡേറ്ററി ആയിട്ടും ആരും വരുന്നില്ല. വരണില്ല. ഇവിടെ ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം അറിയോ? ദർ ആർ 2 ways to beat a drum എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 രീതി. ഒരു ഡ്രമ്മിന് എന്താ പറയുക, ചണ്ട അല്ലേ? ഒരു ചണ്ട 2 രീതി, നമ്മൾ 2 രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ ചണ്ട ഒന്ന് തന്നെയാണ്, പക്ഷെ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. ശരിയല്ലേ? യെസ്. നമ്മൾ തബല എടുത്താലും തബലൻ്റെ ഓരോ ഭാഗത്ത് അടിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. ഇതേ ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ ചോദിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളൊരു ഒരു പാരൻ്റാന്ന് വിചാരിക്കട്ടോ. ഞാൻ നിങ്ങളോട് പറയണം, ഓക്കെ, നിങ്ങൾ വന്ന് നിങ്ങൾ മക്കള് സ്കൂളിൽ അത് നല്ല വാല്യൂ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സെഷൻ നടക്കേണ്ടത് നിങ്ങൾ വരുമെന്ന് പറയണതും ഈ വാല്യൂ പഠിക്കാത്തതിൻ്റെ ദോഷങ്ങൾ ആദ്യം കുറേ പറഞ്ഞിട്ട് അങ്ങനെ ആവാതെ ഇരിക്കാൻ വരണം എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ടോ? അതിലും ഉണ്ട്. അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്തത് PTA മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തു. എന്നിട്ട് അതിലൊരു ഡിസ്കഷൻ നടത്തി. ഇതാണ് അപ്പൊ അവരും ഡിസ്കസ് ചെയ്തു. അവരുടെ നല്ല കുറെ കുട്ടികളുണ്ട്, അവരിലേക്കും കൂടി ഇത് അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഇത് അവരും ഡിസ്കസ് ചെയ്തു, നമ്മളും പറഞ്ഞു സജഷൻസ്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. വാല്യൂ ഇല്ലാതെ വളർന്നാൽ എന്താണ്, അതെല്ലാം കൂടി ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവരും കൂടി ഇൻഫോം ചെയ്യണം. നിങ്ങളെ ഇൻവിറ്റേഷൻ അതുണ്ടായിരിക്കുന്നത് ഇൻവിറ്റേഷനില് നമ്മുടെ സ്കൂളിന്റെ കൾച്ചർ വാല്യൂ ബേസ്ഡ് ആണ്. അപ്പോ ഈ പാരന്റ്സ് ഒക്കെ തന്നെ പറയുന്നത് അവർക്ക് വേറെ പല സ്കൂളുകളുണ്ട്, ഇന്റർനാഷണൽ സ്കൂളുകളൊക്കെ ഉണ്ട്, പക്ഷെ അവർ അവിടെ പോകാതെ എന്തുകൊണ്ട് ഇവിടെ വിടുന്നു? അത് മെയിൻ ആയിട്ട് വാല്യൂ പ്ലസ് വാല്യൂ മനസ്സിലായി. ആ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടോന്നല്ലേ? സ്കൂളിന്റെ കൾച്ചർ, വാല്യൂ കൾച്ചർ ഉള്ള ഒരു കുട്ടിയായിട്ട് വളർന്നു വരുന്നതിന് അത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെ, അത് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ വ്യത്യസ്ത സെക്കൻഡ് അപ്രോച്ച്, മാർക്കറ്റിംഗ് അപ്രോച്ച് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ ഫസ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞത്, അത് നിങ്ങൾ സ്കൂളിന് ഒരു വാല്യൂ ഉണ്ട്, നിങ്ങൾ സ്കൂളിന് ഒരു അതിൻ്റെതായ കോർ വാല്യൂസ് ഉണ്ട്, അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ആ കോർ വാല്യൂയിൽ കൂടെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു കുട്ടി, അത് കറക്റ്റാണ്. ഞാൻ ചോദിക്കുന്ന രണ്ടാമത്തത്, ആ കോർ വാല്യൂവിൽ വരാത്ത കുട്ടി ആ ട്രാക്ക് മാറി ഡീറെയിലിംഗ് എന്നാ പറയല്. ഡീറെയിൽ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമുക്കറിയാം, നിങ്ങൾ നേരത്തെ പറഞ്ഞ കൗൺസിലിംഗിന്റെ ബാക്കിലേക്ക് പോകുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞത്. അപ്പൊ ആ സാഹചര്യത്തിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും അഡ്രസ് ചെയ്തിട്ടുണ്ടോ? ഇതിനെയാണ് നമ്മൾ പെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഇൻവിറ്റേഷനിലാണോ ഉദ്ദേശിച്ചത് അതോ നമ്മുടെ ഇൻവിറ്റേഷനാണ് ചോദിക്കുന്നത്? ഇൻവിറ്റേഷനിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി. നിങ്ങൾ യൂട്യൂബിൽ ചിലപ്പം ഒരു പരസ്യം കണ്ടിട്ടുണ്ടാവും, കുറെ മുമ്പ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു അന്ധനായിട്ടുള്ള ഒരാള് യാചിച്ചിരിക്കുമ്പോൾ
അയാൾക്ക് ആരും പൈസ കൊടുക്കൂല. ഒരു ബോർഡുണ്ട്, ദാറ്റ് ഇസ് ഐക്കോൺ സീൻ ആ എന്താ യെസ് ഒരു യെസ് ബോർഡുണ്ട്. അപ്പോൾ അവിടെ കണ്ടിരുന്നു. വന്നിട്ട് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ലേഡി വന്നിട്ട് എന്താ ചെയ്യുക, അത് ആ വീട് അങ്ങോട്ട് മാറ്റും. ടുഡേസ് എ മാറ്റി. സൺ ടുഡേസ് എ സണ്ണി ഡേ ആൻഡ് യു ആർ എൻജോയിങ് എന്തോ ജസ്റ്റ് മാറ്റണുള്ളൂ. അവിടെ ഇതിനെ നമ്മൾ ഹുക്ക് എന്ന് പറയില്ല. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ട്വീക്കാണ്. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ടുണ്ട്? ഞാൻ അതാണ് ചോദിക്കണം, അത് ചെയ്ത് നോക്കി. നമ്മൾ ഏതൊരു പരസ്യം എടുത്ത് കഴിഞ്ഞാലും അതിനെ ആദ്യം പറഞ്ഞത് നിങ്ങൾ ജീവിതത്തിൽ സ്റ്റക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വിജയിക്കണമെന്നല്ല ചോദിക്കണത്, നിങ്ങൾ യെസ്. വിജയിക്കണമെന്നല്ല ചോദിക്കണം. വിജയിക്കണം ഇത് ആരെ എന്നെ പഠിപ്പിക്കാൻ. പക്ഷെ സ്റ്റക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഹീ ഈസ് അഡ്രസ്സിങ് മീ എന്നാ തോന്നല്. മനസ്സിലായത്? ഈ ഒരു വ്യക്തിയല്ല, ഈ ഒരു പരസ്യം എന്നോടാണ് സംസാരിക്കുന്നത്, ഞാൻ എന്ന വ്യക്തിനോടാണ് ഈ പരസ്യം സംസാരിക്കുന്നത് അവർക്ക് തോന്നി വരും. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഒരു തടിച്ച ഒരാളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, തടി കൂടിയ ഒരാൾ, ഓക്കെ, നമ്മൾ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസ് എന്നൊക്കെ വേണം പറയാം. അയാൾ ഓടുന്നില്ല, ഫുള്ള് തീറ്റി എന്ന് വിചാരിക്കുക. ഒരു ദിവസം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത് വെയിറ്റ് കുറച്ചില്ല, ആകെ പ്രശ്നമാണ്. ആ പ്രശ്നം അതുവരെ ഇയാൾ ബിസിയാണ്, ഇത് എന്താണ് ജോബുണ്ട്, ഇയാൾ ബിസിനസ്സുകാരനാണ്, വെറും യാത്രയാണ്, യാത്ര അതൊക്കെ ചെയ്യണ ആളാണ്. ഇത് അറിഞ്ഞു ഒരു 4-5 ബ്ലോക്ക് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, പിന്നെ ഇയാൾക്ക് വേറെ പ്രോബ്ലം ഇല്ല, ഹെൽത്ത് ഒരു പ്രോബ്ലം ആയിട്ട് മാറും അല്ലേ? വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ ആളെ ബിസിനസ് എന്താ ഇൻകം കുറയണ്ടോ, റവന്യൂ കുറയണ്ടോ, അതൊന്നും പിന്നെ ചിന്തയില്ല. ഇനി ഹെൽത്തിന്റെ പ്രോബ്ലം വന്ന് ഡോക്ടർ പറഞ്ഞ് അതോട് പേടിച്ച് നാളെ മുതൽ ആൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. കാരണം പെയിൻ ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ 2 P എന്ന് പറയും. ഇപ്പൊ ഞാൻ ചണ്ടന്റെ 2 ഭാഗം എന്ന് പറഞ്ഞതുപോലെ 2 P എന്ന് പറയും. ഒന്നിന് പെയിൻ എന്ന് പറയും, ഒന്നിന് പ്ലഷർ എന്ന് പറയും. ഒന്നിന് പെയിൻ എന്ന് പറയും, ഒന്നിന് പ്ലഷർ എന്ന് പറയും. നിങ്ങൾ ഈ ഇൻവിറ്റേഷൻ ചെയ്തപ്പോൾ ഇപ്പൊ ഞാൻ അതാ ചോദിക്കാൻ കാരണം, നിങ്ങൾ ഏതൊരു ഡയറക്ഷൻ നിന്നാണ് ആ ഇൻവിറ്റേഷൻ അയച്ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾ പ്ലഷർ ബേസിൽ അയച്ചിട്ടുള്ളത്. പ്ലഷർ ബേസിൽ, അതായത് എൻ്റെ കുട്ടി നല്ല കുട്ടി ആവണം അല്ലേ, ആ ഒരു ഇന്റൻഷനോടുകൂടി അയച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ പ്ലഷർ ബേസ് ചെയ്തിട്ട്, അപ്പൊ ഞാൻ ഒരു പാരന്റ് ആണ്, ഞാൻ വായിക്കും, എനിക്ക് തോന്നുന്നു ദിസ് ഇസ് സംതിങ് ഗുഡ് ബിക്കോസ് ദേ ആർ എഡ്യൂക്കേറ്റിംഗ് മൈ കിഡ്സ് ടു ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീയിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതേ സമയത്ത് പെയിൻ ആണെങ്കിൽ അവർ ഇമ്പാക്റ്റ്, അവർ ഫീലിംഗ് മാറും, അവർ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും, അവർ കുറച്ചും കൂടെ ഇൻഡെപ്ത് ഇപ്പോൾ അവർ ആക്ഷൻ എടുക്കുകയും ചെയ്യും. ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ ഇതല്ല പറഞ്ഞു, ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ടോ? ചെയ്യാൻ പറ്റുമോ? മെസ്സേജ് ഇപ്പൊ നമ്മുടെ പോയി റെഡിയാക്കി. ഇനി അതിനോട് കണക്ട് ചെയ്തിട്ട് പാരന്റ്സിന്, ഇപ്പൊ ഈ പറഞ്ഞ ഗ്രേഡിലെ പാരന്റ്സിന് പേഴ്സണൽ ആയിട്ട് കോൾ ചെയ്യാനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോ മെസ്സേജിൽ പോവാതെ ഇതിനു മുമ്പ് സെഷൻസിലൊക്കെ ഈ പെയിൻ വളരെ ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാരന്റ്സ് സെഷൻസിലാണ് പെയിന് പറഞ്ഞു, സെഷൻസിന് മുമ്പ് പേരിന് പറഞ്ഞ വ്യത്യാസമുണ്ട്. സെഷൻ മുമ്പിൽ പെയിന് പറയുമ്പോൾ മാത്രമേ സെഷനിലേക്ക് വരുള്ളൂ. അതെ. കാരണം നമ്മൾ ചിലർ കണ്ടിട്ടുണ്ടാവും, ഒരു ഇൻവിറ്റേഷൻ അയക്കും, പിന്നെ ഫംഗ്ഷന് മുമ്പിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു ഇൻവിറ്റേഷന് വന്നു, ഇവിടെ നിങ്ങൾ ആരാന്നും എനിക്കറിയില്ല. അപ്പൊ ഇന്നലെ ആദ്യം ഒരു മെസ്സേജ് പോയിട്ടുണ്ട്, നാളെ സെൻസൈൻ്റെ ഒരു സെഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഒരു മെസ്സേജ് 25 മിനിറ്റും കൂടെ ഉള്ളൂ കേട്ടോ സെഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ, വന്നില്ലെന്ന് ഒരു 25 മിനിറ്റും കൂടെ ഉള്ളു, അതിലാണ് ലിങ്ക് ഉള്ളത്. അപ്പം നമ്മൾ സെഷൻ്റെ നിങ്ങളും ചെയ്യാൻ പോകുന്ന സെഷൻ മുമ്പായിട്ട് ആ പെയിൻ ഫാക്ടർ അവരെ റിയലൈസ് ചെയ്യിപ്പിക്കണം. റിയലൈസ് ചെയ്ത പെയിന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ പ്ലഷർ നോക്കിക്കഴിഞ്ഞാൽ ആരും ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. 2 വ്യത്യാസമുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം, അതല്ല ഞാൻ പറഞ്ഞത്, ഇതന്നെ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഇത് ചിലപ്പോൾ ആയിരിക്കാം. വ്യത്യസ്ത സ്ട്രാറ്റജി അപ്ലൈ ചെയ്യും. കാരണം 80% 25% ഡ്രോപ്പ് ചെയ്യുന്ന വെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് ഡ്രോപ്പ് അല്ലേ? ഓക്കെ, സോ അതിലൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. വേറെ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? അപ്പൊ ഇനി ഒരു കോൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പും കൂടി ചെയ്യാം, അതായിരിക്കും നല്ല ബെറ്റർ. അബ്സൊല്യൂട്ട്ലി. അതായത് ഫൈനലൈസ് അവർ സ്റ്റെപ്പ് ഇൻ ചെയ്യണൊക്കെ നിങ്ങൾക്കറിയാം എവിടെയാണ് ഒരു ഡിസിഷൻ ഫാക്ടറിന്റെ സമയം അയക്കണം. മറ്റന്നാളാണ് സെഷന്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ആ ഒരു അത് മീഡിയ നിങ്ങൾ എന്താ വെച്ചാൽ ഉപയോഗിക്കുക. നിങ്ങൾ ഫോണാണെങ്കിൽ ഫോണോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ഓടോ ഇറ്റ് അവർക്ക് ശരിക്കും അത് കൊള്ളണം, ഹൃദയത്തിൽ കൊള്ളണം. ഒരു ഹൃദയത്തിൽ കൊള്ളുമ്പോൾ മാത്രമേ ഒരാൾ ആക്ഷൻ എടുക്കുള്ളൂ. അത് വാസ്തവമാണ്. അത് നമ്മൾ മാർക്കറ്റിങ്ങിലായാലും എന്ത് സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ പെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ആക്ഷൻ എടുക്കുള്ളൂ. പ്ലഷർ നോക്കിയിട്ട് ആൾക്ക് ഒരിക്കലും ആക്ഷൻ എടുക്കാൻ പോണില്ല. ഓക്കെ, അതൊരു ക്ലാരിറ്റി കിട്ടിയോ? എനിക്കറിയില്ല, അതിനൊരു ക്ലാരിറ്റി കിട്ടി. അപ്പൊ ഇനി എനിക്ക് ഗ്രോ ചെയ്യാൻ, പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? അതായത് സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ടീച്ചിങ് ആവട്ടെ, പാരന്റിങ് സെഷൻസ്, ടീച്ചേഴ്സ് ഓറിയന്റേഷൻ, ടീച്ചേഴ്സിനെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരണം. മാറ്റാൻ പറ്റില്ല, അതെനിക്കറിയാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതുണ്ട്.
ദാറ്റ് ഇസ് I plus R, okay, is equal to E എന്ന് പറയും. ഓക്കെ ഓക്കെ I plus R is equal to E എന്നുള്ള ഒരു ഇത് ഇക്വേഷൻ ഉണ്ട്. അത് കൂടാതെ I plus R, അതൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞോട്ടെ. അതിന്റെ ഡെഫിനിഷൻ ഡെഫിനേഷൻ, അതായത് നമുക്കൊന്ന് ഇന്റൻഷൻ ഉണ്ടാവണം. നിങ്ങളെ ഇന്റൻഷൻ, നിങ്ങൾ നന്നാവുക, ടീച്ചർമാർ നന്നാവുക, കുട്ടികൾ നന്നാവുക, പാരൻസ് നന്നാവുക, ഇന്റൻഷനാണ് നിങ്ങൾക്കുള്ളത് അല്ലേ? ശരിയല്ലേ? 100% ശരിയല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിന് I എന്നാ പറയില്ല, I പ്ലസ് എ എന്ന് വെച്ചാൽ ആക്ഷൻ. അതിനനുസരിച്ചുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട് അല്ല? ശരിയല്ലേ? ഇന്റൻഷൻ അനുസരിച്ച് നിങ്ങൾ ഉദ്ദേശം എന്ന് പറയാം, നെയ്യത്ത് എന്ന് പറയാം, എന്ത് വേണം പറയാം, അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. ശരിയല്ലേ? നിങ്ങൾ ചിലപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ടാവും, ഇൻവിറ്റേഷൻ അയക്കുന്നുണ്ടാവും, കോൾ ചെയ്യണ്ടാവും, എല്ലാം ചെയ്യണ്ടാവും. പക്ഷേ നമ്മൾ എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, ഈ I പ്ലസ് എ പ്ലസ് ഇ എക്സ്പെക്ടേഷൻസ് എന്ന സാധനം, ഇന്ന് 100 ആൾക്കാർ ഞാൻ വിളിച്ച് 100 ആൾക്കാർ വരും, അല്ലെ ഞാൻ 100 ആൾക്കാർ വന്നു 100 ആൾക്കാർ മാറും. എക്സ്പെക്ടേഷൻസ് അത്. ശരിയല്ലേ? എക്സ്പെക്ടേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക? അതിന്റെ റിസൾട്ട് ഡിസാറ്റിസ്ഫാക്ഷൻ. മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക. എല്ലാവരും ഇവിടെ ആരൊക്കെ വാച്ച് ചെയ്യണ, യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന വ്യക്തികൾ എല്ലാവരും എഴുതി വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. I എന്ന് വെച്ചാൽ ഇന്റൻഷൻ പ്ലസ് ആക്ഷൻ പ്ലസ് E ഫോർ എക്സ്പെക്ടേഷൻ ഇസ് ഈക്വൽ ടു D ഇസ് ഈക്വൽ ടു ഡിസാറ്റിസ്ഫാക്ഷൻ. കാരണം അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് നമ്മളെ മക്കൾ തന്നെ ആയാലും. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ മക്കൾ തന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. റീസെൻ്റ്ലി ഇപ്പം ഒരാഴ്ച മുമ്പ് എൻ്റെ നല്ലൊരു സ്റ്റുഡൻറ്റ്, 40 വർഷമായിട്ട് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ സ്റ്റുഡൻറ്റ് ഒരു മോനേ ഉള്ളൂ. മോനെ ഇപ്പം പള്ളിയിലൊക്കെ പോയി നോമ്പിന് പള്ളിയിൽ ഫാദറും മകനും കൂടെ പള്ളിയിൽ പോയി രാവിലെ അത്താഴത്തിന് വിളിച്ചപ്പോൾ ആള് സൂസൈഡ് ചെയ്ത് കഴിഞ്ഞു. നല്ല കുട്ടി 27 വയസ്സ്, കല്യാണം ഉറപ്പിച്ച കുട്ടി, നല്ല കുട്ടി. എന്താന്നുള്ള ആർക്കും തന്നെ അറിയില്ല അവിടെ. കാരണം ഇപ്പം നിങ്ങൾ പറഞ്ഞ കണക്ടിവിറ്റി ഇല്ല. നല്ല ഫാദറിനായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. മനസ്സിലായോ? ഈ ക്ലോസ് ആണ്. അതെ, ക്ലോസ് ആണ്, പക്ഷെ ചിലപ്പോൾ ഓപ്പൺ ആവണമെന്നില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ ഞാൻ ഈ കഥ പറയാൻ കാരണം ഞാൻ ആ പെയിൻ ഫാക്ടർ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ ചെയ്യുന്നത്. അതേ സമയത്ത് ഈ ഇക്വേഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി നോക്കുക, ഇക്വേഷൻ ഞാൻ വീണ്ടും പറയുന്നത് I, ദാറ്റ് ഇസ് ഇന്റൻഷൻ, അല്ലെങ്കിൽ നെയ്യത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം, പേർപ്പസ്, ദാറ്റ് ഇസ് I പ്ലസ് എ. അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുത്ത്, ആക്ഷൻ എടുത്ത് നല്ല ഉദ്ദേശത്തോടെ ആക്ഷൻ എടുത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു. വീണ്ടും E വരുന്നുണ്ട് അവിടെ, പ്ലസ് E ഇസ് ഈക്വൽ ടു എസ് സാറ്റിസ്ഫാക്ഷൻ. അപ്പം നിങ്ങൾ ചോദിക്കുക, എന്താ ആദ്യം പറയുമ്പോൾ D പറഞ്ഞു, ഇപ്പം എന്താ പറഞ്ഞപ്പോൾ S പറഞ്ഞു അല്ലേ? ഇനി ഇതിൻ്റെ ഇത് നോക്കുക, ശരിക്കും മനസ്സിലാക്കുക. ഞാൻ ഇന്റൻഷൻ ഉണ്ട്, എനിക്ക് മാറ്റണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ട്, കുട്ടികളെ മാറ്റണം, പാരൻസിനെ മാറ്റണം, ടീച്ചേഴ്സിനെ മാറ്റണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ വളരണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ട്. രണ്ടാമത്തെ ആക്ഷൻ, അതിനനുസരിച്ചുള്ള ആക്ഷൻ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് വെച്ചാൽ പഴയ ടൈപ്പ് ആക്ഷൻ അല്ല, ഇന്റൻഷനോടുകൂടി നല്ല ആക്ഷൻ എടുത്തു. ഓക്കെ, എക്സ്പെക്ടേഷൻ ഉണ്ട്. എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ അവരിരുന്ന എക്സ്പെക്ടേഷൻ അല്ല, നിങ്ങളിരുന്ന എക്സ്പെക്ടേഷനാണ്. ഞാൻ ചെയ്യുന്ന കാര്യം നന്നായി ഞാൻ ചെയ്യും. മനസ്സിലാണ്ട? അവർ മാറാത്തായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ എൻ്റെ പ്രവൃത്തി 100% ചെയ്തിട്ടുണ്ടാവുന്നു. ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ E എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ്റെ ഒപ്പം തന്നെ E എന്നൊരു പദമുണ്ട്. E എന്ന് വെച്ചാൽ നിങ്ങൾ എംപവർഡായി മാറും. മനസ്സിലാണ്ടോ? വ്യത്യാസം മനസ്സിലാണ്ടോ? നിങ്ങൾ അവരിൽ എക്സ്പെക്ട് ചെയ്യണം. നിങ്ങളിൽ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംപവർമെൻറ്റും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നത്. നിങ്ങൾ അവരിൽ നിന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. അത് നമ്മൾ പറയണ, ഞാൻ നോക്കി വളർത്തി 24 വയസ്സ് വരെ നോക്കി വളർത്തി, കണ്ടില്ല ഇപ്പം എൻ്റെ കുട്ടി എന്താ ചെയ്തെന്നുള്ളത്. അല്ല, അങ്ങനെ പറഞ്ഞ കുറെ അമ്മമാരില്ലേ? എത്രയും വളർത്തി പൊന്നു പോലെ നോക്കി, ഞാൻ എൻ്റെ ജോലി പോലും പോവാതെ ഞാൻ എൻ്റെ മക്കളെ നോക്കി, ഒരു 3 കുട്ടികളുണ്ടായിരുന്നു, 3 ആൾ നോക്കിയിട്ട് ഇപ്പൊ എനിക്ക് കിട്ടിയത് കണ്ടില്ലെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ എക്സ്പെക്ടേഷൻ. പാരന്റ്സ് എപ്പോഴും പറയുന്നത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊരു ഇത് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ആണെങ്കിൽ അവർ ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ, അതാണ് ഇവിടെ. അവിടെയാണ് തെറ്റ്. നമ്മൾ സ്പെൻഡ് ചെയ്യണം, കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം, അത് ഉറപ്പാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യണം. ഞാൻ ചില കേസുകളിൽ അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. ചില ഫാദേഴ്സ് ഉണ്ട്, അവർ വർഷങ്ങളായിട്ട് ഗൾഫ് കൺട്രീസിലാണ്. അവർ ഭാര്യമാരായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് വെച്ചാൽ ഫിസിക്കലി ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം അതൊക്കെ ബയോളജിക്കലായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഒന്നാണത്. അവർ വളരെ സ്നേഹമുണ്ട്, എല്ലാവരായിട്ടും കണക്ഷൻ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ത്യാഗം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അത് ജീവിതം എന്ന് പറയില്ല. ശരിയല്ലേ? ഇന്നത്തെ കുട്ടികൾ കുറച്ച് മാറി. പണ്ട് കാലങ്ങളാണ് ഒരു 2-3 വർഷത്തിന് ആൾ പോയിട്ട് പിന്നെ തിരിഞ്ഞ് പൊടിയൊന്നും ഉണ്ടാവില്ല. ഇപ്പം അറ്റ്ലീസ്റ്റ് കുട്ടികൾ അവർ തന്നെ വൈഫുള്ള എല്ലാവരും അവരൊക്കെ കൊണ്ടുപോയിട്ട് അതൊരു മാറ്റം വന്നിട്ടുണ്ട് അവിടെ. ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കേസ് നമ്മൾ പോയി കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത്
നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾ ടീച്ചറിനെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ പാരൻസിനെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ആസ് ലോങ് ആസ് യു പുട്ട് യുവർ 100% ഇൻ ടു ഇറ്റ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ Yes. ഇങ്ങനത്തെ കാര്യം പേഴ്സണലായിട്ട് എടുക്കരുത്. ഇപ്പം ഞാൻ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ ഇത്രയും കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു മാറ്റവും അതാണ് കാണുന്നില്ലല്ലോ എന്നുള്ളൊരു പെയിനാണ് എനിക്ക്. അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം അത് ഞാൻ വേറെ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പം ഒരുപാട് വ്യക്തികൾ നമ്മളെ ഈ ഒരു ഇൻട്രാക്ഷൻ ചിലപ്പം ലൈവായിട്ടുണ്ടാവില്ല, നാളെ യൂട്യൂബിൽ വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം. ഇപ്പം ഞാനൊരു സൈക്കോളജിസ്റ്റാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. എൻ്റെ മുമ്പിൽ ഒരു ആരോ വന്നിരുന്നു വിചാരിക്കുക. അത് ചിലപ്പോൾ പാരൻ്റ് ആയിരിക്കാം, ചിലപ്പം റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുള്ള ആളായിരിക്കാം. ഇതൊക്കെ വന്നിട്ട് അവർ ശരിയായിട്ടില്ല എന്ന് വിചാരിക്കുക, ബന്ധം ശരിയായില്ല, അല്ലെങ്കിൽ ആ മെയിലോ ഫീമെയിലോ whatever it is, whoever it is, അവർക്ക് ഒരു ഇത് കിട്ടില്ല എന്ന് വിചാരിക്കുക. അവർക്ക് ശരിക്കും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. ആ സൊല്യൂഷൻ കൊടുത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഈ ഒരു സെഷന് ശേഷം ഞാൻ ദുഃഖിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉറപ്പല്ലേ? അപ്പം നമുക്കൊരു ലൈന് ഡ്രോ ചെയ്യാൻ പറ്റണം. ഞാൻ കൊടുത്തു ആസ് എ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ കൗൺസിലർ, ഞാൻ എൻ്റെ മേലെ റെസ്പോൺസിബിലിറ്റി ഐ ഹാഡ്, ഞാൻ അത് നിറവേറ്റിയോ? അതാണ് ഞാൻ നോക്കേണ്ടത്. അത് ഞാൻ 100% ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. എൻ്റെ എക്സ്പെക്ടേഷൻ ഇന്ത്യയിൽ നിന്നായിരിക്കണം. ഡിഡ് ഐ പ്രൊവൈഡ് ദ സർവീസ് ദാറ്റ് ഐ ഷുഡ് ബി പ്രൊവൈഡിങ്? ഇഫ് ദ ആൻസർ ഇസ് യെസ്, ദാറ്റ്സ് ഇറ്റ്. സ്റ്റോപ്പ് ദേ. അവർ മാറ്റങ്ങൾ വന്നോ ഇല്ല എന്നുള്ളത് നമ്മൾ മാക്സിമം നോക്കുക. അവർ ആക്ഷൻ എടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിയല്ല? നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെയാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ. അപ്പം ആ ഒരു ഭാഗം നിങ്ങൾ കുറച്ചും കൂടെ ഇതാണെങ്കിൽ ഓടിക്കോൾ എനിക്ക് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള അതാണ് നിങ്ങൾ പെയിനിലേക്കായിരിക്കും പോവുക. നിങ്ങൾ പെയിനിലേക്ക് പോകും, മറ്റുള്ളവരല്ല. മറ്റുള്ളവർ ഇവൻ ബോധർ ചെയ്യില്ല. അങ്ങനത്തെ സെഷൻ ഉണ്ടായിരുന്നു, ആരെടുത്ത് ടീച്ചർ എടുത്തിരുന്നു, വരാൻ പറ്റില്ല എന്ന് പറയും. അവർക്ക് യാതൊരു ബോധറേഷൻ ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ അവരെ മനസ്സിലേ ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ കൂടെ നിങ്ങളെ മനസ്സിൽ ഇത്ര കഷ്ടപ്പെട്ട് ആരും വന്നില്ലല്ലോ എന്നുള്ളത് നിങ്ങൾക്കായിരിക്കും പെയിന് കൂടുതലുണ്ടാവില്ല. ശരിയല്ലേ? ഓരോ സെഷൻ കഴിഞ്ഞാൽ അതിന്റെ ഭാരം കൂടും നിങ്ങൾക്കാ. നെഞ്ഞത്തുള്ള ഭാരം നിങ്ങൾക്കാ കൂടും, മറ്റുള്ളവർക്കല്ല. ആണോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ ശരീരം ശ്രദ്ധിക്കുക, നിങ്ങളെ മനസ്സ് ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക. വരേണ്ടവർ മാറാൻ ആഗ്രഹിക്കുന്നവർ വരുള്ളൂ. മാറാൻ ആഗ്രഹിക്കുന്നവരിൽ മാത്രമേ ആക്ഷൻ എടുക്കുള്ളൂ. നിങ്ങൾ ചെയ്യുക. ഒന്ന് ഒരിക്കൽ ആ സ്ട്രാറ്റജി ഒന്ന് മാറ്റി നോക്കുക, ഒന്ന് ട്വീക്ക് ചെയ്ത് നോക്കുക. മാനേജ്മെൻറ്റിനോട് പറയുക ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വരുന്നേക്കാൾ ഒരു ദിവസം മുമ്പ് നിങ്ങളൊന്ന് വിളിച്ചത് നോക്കുക. അങ്ങനെ 2-3 ട്വീക്ക് ചെയ്ത് നോക്കുക. നടന്നില്ലെങ്കിലും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. മനസ്സിലാവുണ്ടോ? ഇത് ക്ലാരിറ്റി കിട്ടിയോ നിങ്ങൾക്ക്? ഹാപ്പിയാണോ? ഓൾറൈറ്റ്, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നല്ല കാര്യം ചെയ്യണത്. അത് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഹിയർ ആഫ്റ്റർ ഭയങ്കര ഉപകാരം ആവണ കാര്യമാണ് നിങ്ങൾ ചെയ്യണത്. നന്നാവട്ടെ, ആവട്ടെ, നടക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ എനിക്കുള്ളത്. അല്ല, എന്റെ ഇന്റൻഷൻ ഇതാണ്. നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോ എന്തെങ്കിലും അതെ, ഞാൻ കാര്യം ചെയ്യുന്നത്, നിങ്ങൾ ദൈവവിശ്വാസിയായിരിക്കാം അല്ലേ? ഞാൻ ഇവിടെ ദൈവത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മതത്തിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ദൈവവിശ്വാസിയാണെന്ന് വിചാരിക്കാം. ദൈവം നിങ്ങളെ ഇന്റൻഷൻ നോക്കില്ല, നിങ്ങളെ ആക്ഷനാ നോക്കുക. എന്താ നോക്കുക? നിങ്ങൾ പറ. അതെ, ഞാൻ അറബിയിൽ പറഞ്ഞോട്ടെ. അബ്സല്യൂട്ട്ലി കറക്റ്റ്. അത് നിങ്ങൾ നെയ്യത്താണ് നോക്കണത്, അല്ലെ? നിങ്ങളെ ഉദ്ദേശം നോക്കണത്, അല്ലേ? നിങ്ങളത് നോക്കിയാൽ മതി. നിങ്ങളത് നോക്കിയാൽ റിസൾട്ട് ഒക്കെ കിട്ടണ അവിടുന്ന്, അത് നോക്കണ്ട. നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിക്കുള്ള മനസ്സ് അത് ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. വരാത്തതൊക്കെ ജസ്റ്റ് ലിവ് ഇറ്റ്. ഓക്കെ ആണോ? താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.